രജൌരി വനമേഖലയിൽ ഒളിച്ച ഭീകരർക്കായി വ്യാപക പരിശോധനയുമായി സൈന്യം 3 ഭീകരരെയും കണ്ടെത്താൻ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പരിശോധന നടക്കുന്നത്. പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ദിലീപ്, രജൌരി മേഖലയിൽ വൻ സേനാ വിന്യാസമാണ്. 3 ഭീകരരുടെ സാന്നിധ്യമാണ് സൈന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്? രാഗി, രജൌരി ജില്ലയിലെ ഗംഭീർ മൗംഗ്ല എന്ന വനമേഖലയിലാണ് ഇത്തരത്തിൽ ഭീകരർ നുഴഞ്ഞു കയറി എന്നൊരു രഹസ്യവിവരത്തെ തുടർന്നു. കഴിഞ്ഞ ദിവസം 10 മണിയോടെ ജമ്മു കാശ്മീർ പോലീസും CRPFും സേനാംഗങ്ങളും ഈ വന അതിർത്തിയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. ഏകദേശം 11:30ഓടെയാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ്, കൃത്യം പറഞ്ഞ ഒരു 2 മണിക്കകത്ത് വെച്ചാണ് ഈ 3 ഭീകരരെ സൈന്യം വളഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആർമി 60 പോക്സ് ഇത് സംബന്ധിച്ചുള്ള വിവരം പുറത്തുവിട്ടത്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ഏകദേശം ഒരു ദിവസമായിരിക്കുകയാണ്. സ്വാഭാവികം ഈ വളഞ്ഞ 3 ഭീകരരെ വധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഇവരെ വധിച്ചു എന്നടക്കമുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇനി 3 ഭീകരർ അല്ലാണ്ട് മറ്റു ഏതെങ്കിലും ഭീകരർ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും സേനാംഗങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. രാഗി സൂചിപ്പിച്ചപ്പോൾ തന്നെ ഡ്രോണുകളും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ഇപ്പോൾ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ ആരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സേനാംഗങ്ങൾ നോക്കുന്നത്. നിലവിൽ സുരക്ഷാ ക്രമീകരണം ശക്തമാക്കുന്നതിന് വേണ്ടി മറ്റു പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ ഭീകര സാധ്യതയുള്ള മറ്റു പ്രദേശങ്ങളിലേക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാഗി, ശരി ദിലീപ്. ജമ്മു കാശ്മീരിലെ രജൌരിയിലാണ് സേനാ വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അവിടെ 3 ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിൽ വനമേഖലയിലടക്കം വലിയ പരിശോധന നടത്തുന്നുണ്ട് സേന. ഒപ്പം തന്നെ ഹെലികോപ്റ്ററുകളും ഡ്രോണും ഒക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്.